തമിഴ്നടൻ വിജയ് അഭിനയം അവസാനിപ്പിച്ച് സമ്പൂർണ്ണ രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് ഇറങ്ങിയതിന് പിന്നാലെ തന്നെ പ്രമുഖ തമിഴ്നടനും അഖിലേന്ത്യാ സമത്വ മക്കൾ പാർട്ടി നേതാവുമായ ശരത് കുമാർ ബി.ജെ.പിയിലേക്ക് മാറുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശരത് കുമാറും ബി.ജെ.പിയും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ചർച്ചകൾ പൂർത്തിയായി ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താരം എൻ.ഡി.എ കക്ഷിയായി മത്സരിക്കുമെന്നുമാണ് വിവരം. തമിഴ്നാട് ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കൾ പറയുന്നതനുസരിച്ച് ശരത് കുമാറുമായുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. താരം എൻ.ഡി.എയിൽ ചേരുകയാണെങ്കിൽ തിരുനെൽവേലി ലോക്സഭാ സീറ്റ് നൽകാനാണ് സാധ്യത. തിരുനെൽവേലിക്ക് പുറമെ കന്യാകുമാരി സീറ്റും ശരത് കുമാർ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ തങ്ങൾക്ക് വിജയസാധ്യതയുള്ള കന്യാകുമാരി സീറ്റ് വിട്ടുകൊടുക്കാൻ ബി.ജെ.പിക്കും അത്ര കണ്ട് അങ്ങ് താല്പര്യമില്ല. തിരുനെൽവേലി, കന്യാകുമാരി, തെങ്കാശി ജില്ലകൾ സമത്വ മക്കൾ കക്ഷിക്ക് സ്വാധീനമുള്ള മേഖലകളാണ്. 1996 DMK-യിലൂടെയാണ് ശരത് കുമാർ രാഷ്ട്രീയത്തിലെത്തുന്നത്. 1998 തിരുനെൽവേലി മണ്ഡലത്തിൽ നിന്ന് DMK ടിക്കറ്റിൽ ശരത് കുമാർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടെങ്കിലും ശക്തമായ മത്സരമായിരുന്നു അന്ന് താരം കാഴ്ചവെച്ചത്. AIADMKയുടെ ശക്തി കേന്ദ്രത്തിൽ 6000-ഓളം വോട്ടിനായിരുന്നു ശരത് കുമാറിന്റെ പരാജയം. 2001 DMK ശരത് കുമാറിനെ രാജ്യസഭാംഗമാക്കി. 2006 DMK വിട്ട ശരത് കുമാർ ഭാര്യ രാധികയ്ക്കൊപ്പം അണ്ണാ DMK-യിൽ ചേർന്നു. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ രാധികയെ പുറത്താക്കിയതോടെയാണ് ശരത് കുമാർ 2007 സമത്വ മക്കൾ കക്ഷി ആരംഭിക്കുന്നത്. 2011 നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ശരത് കുമാർ AIADMK സഖ്യത്തിൽ ചേരുകയും അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് 2 സീറ്റ് നൽകുകയും ചെയ്തു. തിരഞ്ഞെടുപ്പിൽ ശരത് കുമാർ തെങ്കാശിയിൽ നിന്നും നാരായണൻ നാങ്ങുനേരിയിൽ നിന്നും വിജയിച്ചു. ഇതേ നാരായണനെ 2016 ശരത് കുമാർ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തിരുന്നു. അതേ വർഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുച്ചെണ്ടൂർ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചെങ്കിലും DMK സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കമൽഹാസന്റെ മക്കൾ നീതിമയ്യം പാർട്ടിയോടൊപ്പമായിരുന്നു സമത്വ മക്കൾ പാർട്ടിയുടെ മത്സരം. 33 സീറ്റുകളിൽ പാർട്ടി മത്സരിച്ചെങ്കിലും ഒരിടത്ത് പോലും വിജയിച്ചില്ല. ശരത് കുമാർ ബി.ജെ.പിയിലേക്ക് എത്തുന്നതോടുകൂടി എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ളത് ഇനി കണ്ടു തന്നെ അറിയണം.